റോമിലെ ഒരു ധനികനായ സെനറ്ററിൻ്റെ ഏക മകനായിരുന്നു വിശുദ്ധ അലക്സിയൂസ്. 5-ാം നൂറ്റാണ്ടിൽ റോമിൽ തന്നെയായിരുന്നു വിശുദ്ധൻ്റെ ജനനം. അവിടെ തന്നെയായിരുന്നു വിശുദ്ധൻ്റെ വിദ്യാഭ്യാസവും. തൻ്റെ ദൈവഭക്തരായ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത കാരുണ്യത്തിൻ്റേതായ മാതൃകയിൽ നിന്നും ദരിദ്രരെ സഹായിക്കുവാൻ വിശുദ്ധൻ ഏറെ താൽപ്പര്യപ്പെട്ടിരുന്നു. ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള നിക്ഷേപമായി മാറുമെന്നും അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധൻ മനസ്സിലാക്കി. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലക്സിയൂസ് തന്നാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്തു. യാതനയിൽ കഴിയുന്ന ആളുകളെ സഹായിക്കുവാൻ തനിക്ക് ലഭിക്കുന്ന ഒരവസരവും വിശുദ്ധൻ പാഴാക്കിയിരുന്നില്ല. വിശുദ്ധൻ്റെ ആത്മാവിലെ നന്മകളായിരുന്നു ആ കാരുണ്യപ്രവൃത്തികളിലൂടെ പ്രകടമായിരുന്നത്. തൻ്റെ പക്കൽ നിന്നും ധർമ്മം സ്വീകരിക്കുന്നവരോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതിക്കൊണ്ട് അവരെ തൻ്റെ ഏറ്റവും വലിയ ഉപകാരികളെപ്പോലെ വിശുദ്ധൻ ബഹുമാനിച്ചിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ ദാനധർമ്മത്തിലും വിശുദ്ധനെ ആനന്ദഭരിതനാക്കി. തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് വിശുദ്ധൻ ധനികയും നന്മയുമുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. പക്ഷേ തൻ്റെ വിവാഹ ദിവസം തന്നെ അലക്സിയൂസ് ആരുമറിയാതെ തൻ്റെ വീട് വിട്ട് വിദൂര ദേശത്തേക്ക് പോയി. അന്യദേശത്ത് ഒരു പരമ ദരിദ്രനായി ജീവിച്ച വിശുദ്ധൻ ദൈവമാതാവനായി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവാലയത്തിനോട് ചേർന്നുള്ള ഒരു കുടിലിലായിരുന്നു താമസിച്ചിരുന്നത്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അലക്സിസ് ഒരു കുലീന കുടുംബജാതനാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതിനെ തുടർന്ന് വിശുദ്ധൻ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഒരു ദരിദ്രനായ തീർത്ഥാടകനെ പോലെ തൻ്റെ ഭവനത്തിൻ്റെ ഒരു മൂലയിൽ അവിടുത്തെ വേലക്കാരുടെ അപമാനത്തെയും ഉപദ്രവങ്ങളും ക്ഷമയോടെ നിശബ്ദമായി സഹിച്ചുകൊണ്ട് ആരുമറിയാതെ വിശുദ്ധൻ വർഷങ്ങളോളം കഴിച്ചുകൂട്ടി. വിശുദ്ധൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് മാത്രമായിരുന്നു അത് തങ്ങളുടെ നഷ്ടപ്പെട്ട മകനായിരുന്നുവെന്ന കാര്യം വിശുദ്ധൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായത്. അക്കാലത്ത് ഹോണോറിയൂസ് നാട്ടിലെ ചക്രവർത്തിയും ഇന്നസെൻ്റ് ഒന്നാമൻ റോമിലെ മെത്രാനുമായിരുന്നു. വിശുദ്ധൻ്റെ ദിവ്യത്വം മനസ്സിലാക്കിയ അവർ വിശുദ്ധൻ്റെ സംസ്കാര ശുശ്രൂഷ വളരെ ഗംഭീരമായി റോമിലെ അവൻറ്റിൻ ഹില്ലിൽ നടത്തി. ലാറ്റിൻ, ഗ്രീക്ക്, മാരോനൈറ്റ്, അർമേനിയൻ ദിനസൂചികകളിൽ വിശുദ്ധനെ ആദരിച്ചിട്ടുള്ളതായി കാണാം. 1216 വരെ വിശുദ്ധൻ്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഹോണോറിയൂസ് മൂന്നാമൻ അവരോധിതനായപ്പോൾ അലക്സിയൂസിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ വിശുദ്ധ ബോനിഫസിൻ്റെ പുരാതന ദൈവാലയത്തിലേക്ക് മാറ്റി. ആ സ്ഥലത്ത് ഒരു ദൈവാലയം പണികഴിപ്പിക്കുകയും അത് വിശുദ്ധ അലക്സിയൂസിൻ്റെയും വിശുദ്ധ ബോനിഫസിൻ്റെയും നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു.